ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ സിക്സ്ത് ബേസിക് സയൻസ് ആട്ടോ നോക്കുന്നത്. സിക്സ്ത് ബേസിക് സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ് നോക്കുന്നത്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ജീവന്റെ കുഞ്ഞറകൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മാറ്റങ്ങളുടെ ലോകം, ചലനം നിത്യജീവിതത്തിൽ, മാറ്റാം ജീവിത ശൈലി, നല്ല നാളേക്ക്, ഈ 3 ചാപ്റ്റർ കൂടി നോക്കാനുണ്ട് കേട്ടോ സിക്സ്ത് ബേസിക് സയൻസിൽ. അപ്പൊ ഇതുകൂടി കംപ്ലീറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിക്സ്ത് ബേസിക് സയൻസ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സിക്സ്ത് ബേസിക് സയൻസ് കംപ്ലീറ്റ് ആയിട്ട് എയ്ത്തിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ക്ലാസ്സിനെ കുറിച്ചുള്ള. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു ചിത്രശലഭത്തിന്റെ രൂപാന്തരത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭത്തിലേക്കുള്ള രൂപാന്തരത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താണ്? ഒരു കോഴിമുട്ട വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞിന്റെ ചിത്രമാണ് അല്ലെ. കോഴിക്കുഞ്ഞ് ചിന്തിക്കുകയാണ്, ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായി മാറിയത്? ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾക്കും ജീവജാലങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന രൂപമാറ്റത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനല്ലേ. ഭൗതിക മാറ്റവും രാസമാറ്റവും, അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഭൗതിക മാറ്റത്തിന്റെയും രാസമാറ്റത്തിന്റെയും ഇമ്പോർട്ടൻസും അതുപോലെ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ശർക്കര ഇവിടെ എന്താണ്? 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ശർക്കരന്റെ എന്താണ്? കട്ടയായിട്ടുള്ള ശർക്കര, പൊടി പൊടി പിന്നെ എന്താണ്? രണ്ടാമത്തെ ചിത്രത്തിൽ പൊടിയാണല്ലേ, ശർക്കരന്റെ പൊടിയാണ്. രണ്ടാമത്തെ എന്താണ്? പയർവിത്താണ്. പയർവിത്ത് എന്താണ്? പയർവിത്ത് മുളയ്ക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രത്തില്. മൂന്നാമത്തത് മേഘത്തിന്റെ ആണ്. നാലാമത്തത് മഴയായിട്ട് മാറുകയാണല്ലേ മേഘം. അപ്പൊ ഈ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് എക്സാമ്പിൾസ് ചെയ്താണ്, ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് മാങ്ങ പഴുക്കുന്നതൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഹെഡിങ് ആണ് മാറ്റങ്ങൾ പലവിധം. ഇനി ഇവിടെ ഒരു മെഴുക്, പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലേക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടാവുക? രൂപത്തിനാണ് മാറ്റം വന്നിട്ടുണ്ടാവുക അല്ലെ. കളർ ക്ലേ കൊണ്ട് എന്താണ് വിവിധ രൂപത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ രൂപത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അതുപോലെ കളർ പേപ്പറും അതുപോലെ തന്നെ കളർ പേപ്പറിന്റെ രൂപമാണ് മാറിയിട്ടുള്ളത്. പുതിയൊരു വസ്തു ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ. ചാർട്ട് പേപ്പറും അതുപോലെ തന്നെ പുതിയൊരു ചാർട്ട് പേപ്പർ കൊണ്ടൊരു വിവിധ തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ രൂപത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ. കളർ ക്ലേ എന്ന പദാർത്ഥത്തിനാണോ അതിന്റെ രൂപത്തിനാണോ മാറ്റം വന്നത്? നമുക്കറിയാം കളർ കേക്ക് എന്താണ്? ആ ഒരു പദാർത്ഥത്തിന്റെ രൂപത്തിനാണ് മാറ്റം വന്നത്. കളർ ക്ലേ എന്ന പദാർത്ഥത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ രൂപമാറ്റം, അതുപോലെയുള്ള രൂപമാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. തണ്ണിമത്തന് എന്താണ്? ഒരു ഫുൾ തണ്ണിമത്തൻ കൊടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ തണ്ണിമത്തനാണ് ഈ ഒരു കഷ്ണങ്ങളും. പക്ഷെ ഇവിടെ എന്താണ്? ആ ഒരു രൂപത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അതുപോലെ എന്താണ്? ഒരു മരത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ കസേരയും. ഓക്കെ, ഇവിടെയും രൂപത്തിനാണ് മാറ്റം. പിന്നെ എന്താണ്? ഒരു കുപ്പി പൊട്ടിയ കുപ്പി, അതായത് കുപ്പി പൊട്ടുന്നതാണ്. അവിടെ എന്താണ്? കുപ്പി തന്നെയാണ് അല്ലെ, പക്ഷെ അതിന്റെ ആ രൂപത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഒരു പൈപ്പ് ചൂടാക്കി മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെയും രൂപത്തിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ അവസ്ഥാമാറ്റത്തിൽ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ജലത്തിന്റെ അവസ്ഥാമാറ്റം. നമുക്കറിയാം ജലം 3 അവസ്ഥകളിൽ കാണുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. ഇവിടെ ദ്രാവകമുള്ളത് ജലമാണ് നമുക്കറിയാം. അപ്പൊ ജലം തണുപ്പിക്കുമ്പോൾ ഖരാവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിട്ടാണ് മാറുന്നത്? നമുക്കറിയാം ഐസായിട്ട് മാറാണ് അല്ലെ. ഖരാവസ്ഥയിലേക്ക് മാറാന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ഈ ജലത്തെ ചൂടാക്കുമ്പോൾ നീരാവി ആയിട്ടാണ് മാറുന്നത്. വാട്ടർ വേപ്പർ ആയിട്ടാണ് മാറുന്നത് അല്ലെ. നീരാവി ആയിട്ട് മാറുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെയുള്ള മേഘിന്റെ അവസ്ഥ കേട്ടോ. മേഘം മുറിക്കുമ്പോൾ എന്താ മാറ്റം വരുന്നത്? അതിന്റെ രൂപത്തിനാണ് മാറ്റം വരുന്നത് അല്ലെ. അപ്പയും അത് ഏതവസ്ഥയിൽ തന്നെയാണ്? ഖരാവസ്ഥയിൽ തന്നെയാണ്. മേഘം ചൂടാക്കുമ്പോൾ അത് ഉരുകുക ചെയ്യുന്നത്. ഉരുകുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്താണ്? ദ്രാവകാവസ്ഥയിലാണല്ലോ അല്ലെ. ദ്രാവകം. ഈ ഉരുകിയ മേഘിനെ പിന്നെയും തണുപ്പിച്ചാൽ എന്താണ്? പിന്നെയും ഉറയ്ക്കും. ഉറച്ചെങ്ങാനും എന്താണ്? ഖരാവസ്ഥയിലേക്ക് മാറും. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ആണിത്. അപ്പൊ അവർക്ക് മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു രൂപത്തിലാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക കേട്ടോ. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ചെറിയ പോയിന്റ്സ് ഒക്കെ വരുന്നത് നമുക്ക് അറിയാത്തതാണ് നമ്മൾ
SCERT പഠിക്കുമ്പോൾ നോക്കേണ്ട കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം. മേഘഘട്ട ചൂടാക്കുമ്പോൾ എന്താണ്, ഉരുകിയ മേഘ് ദ്രാവകാവസ്ഥയിലേക്ക് മാറും. അപ്പൊ ചൂടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, താപോർജ്ജം സ്വീകരിക്കുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. താപോർജ്ജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വീകരിച്ചാൽ ഉരുകിയ മേഘ് ദ്രാവകാവസ്ഥയിലേക്ക് മാറും അല്ലെ. പിന്നെയും അത് ചൂടാക്കിയാൽ ഉരുകിയ മേഘ് ബാഷ്പാവസ്ഥയിലേക്ക് മാറും. ഇവിടെ ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞ അതേ സംഭവം, താപോർജ്ജം സ്വീകരിക്കുക എന്നാണ് കേട്ടോ ഇവിടെ. ഓക്കെ, അടുത്തത് ഈ ഒരു ഉരുകിയ മേഘ് ബാഷ്പാവസ്ഥയിലേക്ക് മാറും. ഈ ബാഷ്പാവസ്ഥയിലുള്ള പിന്നെ മേഘിനെ എന്താണ്, തണുപ്പിക്കുമെന്നാണ്, താപോർജ്ജം പുറത്തുവിടുക. തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ താപോർജ്ജം പുറത്തുവിടുക, ചൂടാക്കുക എന്ന് പറഞ്ഞാൽ താപോർജ്ജം സ്വീകരിക്കട്ടെ. അപ്പൊ താപോർജ്ജം പുറത്തുവിടുമ്പം ബാഷ്പാവസ്ഥയിലെ മേഘ് ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഓക്കെ, ഇനി ഈ ദ്രാവകാവസ്ഥയിലുള്ള മേഘിനെ പിന്നെയും തണുപ്പിക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. മേഘ് കട്ടായി മാറണമെങ്കിൽ പിന്നെയും തണുപ്പിക്കുന്നു. തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ താപോർജ്ജം പുറത്തുവിടുക എന്നാണ് കേട്ടോ. അപ്പൊ മേഘഘട്ടായിട്ട് മാറും. ഓക്കെ, ഇതിങ്ങനെ ഇതൊരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി ഈ ഒരു സംഭവം ഇങ്ങനെ എന്താണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാ വരുന്നു. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ ഭൗതിക മാറ്റം മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് കേട്ടോ, ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്? ഭൗതിക മാറ്റം മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ് അല്ലെ. അടുത്തത് ഭൗതിക മാറ്റങ്ങൾ നിത്യജീവിതത്തിലാണ് കേട്ടോ. ഭൗതിക മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ. വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിലെ പൊട്ടിയതും എന്തൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അതായത് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ടല്ലേ. പിന്നീട് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് എന്താണ്, മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതിന് പുനർനിർമ്മാണം എന്ന് പറയും, റീസൈക്ലിംഗ് കേട്ടോ. അതായത് ഇവിടെ ചിത്രം കൊടുത്തിട്ട് നോക്കാം. എന്തൊക്കെയാ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യമായിട്ടുള്ള സാധനങ്ങളിൽ നിന്നും പിന്നെയും നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനാണ് പുനർനിർമ്മാണം അല്ലെ റീസൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കിൽ നിന്നും പുതിയ പ്ലാസ്റ്റിക് എന്താണ് ബക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണുന്നുണ്ട് അല്ലെ. ഇതുപോലെ എന്താണ് പിച്ചള സ്റ്റീൽ പാത്രങ്ങളിൽ നിന്ന് പുതിയ പാത്രങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ പിന്നെന്താണ് പേപ്പറുകളിൽ നിന്നും പുതിയ പേപ്പർ ബാഗ് ഉണ്ടാക്കിയത് നമുക്ക് കാണാം. ഇനി അടുത്തത് പുനരുപയോഗം അല്ലെങ്കിൽ റീയൂസ് ആണ് കേട്ടോ. അതായത് ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതാണ് പുനരുപയോഗം. നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെ നമുക്ക്. അതാണ് പുനരുപയോഗം അല്ലെ റീയൂസ് എന്ന് പറഞ്ഞിട്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തത് എന്താണ്, ടയർ അല്ലെ. ഈ ടയറിലും എന്താണ് മണ്ണൊക്കെ നിറച്ചിങ്ങാന് ചെടി വളർത്തുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ പ്ലേറ്റില്, പാത്രങ്ങളിലൊക്കെ. ഓക്കെ, ഇനി പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം അല്ലെ. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. ഇനി കുറെ ഭൗതിക മാറ്റങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം ഇവിടെ കൊടുത്ത് അരി പൊടിക്കുന്നു, വലിപ്പം കുറഞ്ഞും പൊടിയായിട്ട് മാറുന്നുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞ ശർക്കര അല്ലെ, ശർക്കര പൊടിയായിട്ട് മാറുന്ന ഒരു ഭൗതിക മാറ്റാന്ന് നമുക്കറിയാം. അതുപോലെ കുപ്പി പൊട്ടുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. അങ്ങനെ പിന്നെ എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൗതിക മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇനി
ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. മാറ്റങ്ങൾ ഇങ്ങനെയും പേപ്പർ, വിറക് എന്നിവ കത്തുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഭൗതിക മാറ്റവുമായി താരതമ്യം ചെയ്യുമോ? പേപ്പർ മുറിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പേപ്പർ കഷ്ണത്തിലെയും പേപ്പറിലെയും പദാർത്ഥങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പേപ്പർ കത്തിയ ശേഷം ലഭിച്ച പദാർത്ഥവും പേപ്പറും ഒരുപോലെയാണോ? അല്ലല്ലേ? പേപ്പർ കത്തിയാൽ നമുക്ക് പിന്നിൽ ചാരാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് നമുക്കതൊരു പേപ്പറാക്കി മാറ്റാൻ കഴിയില്ല. കത്തിയപ്പോൾ ലഭിച്ച ചാരം ഒരു പദാർത്ഥമാണ് അല്ലെ? അപ്പൊ വിറക് കത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്, വേറെ മറ്റൊരു പദാർത്ഥമായിട്ടാണ് മാറുന്നത്. ഇവിടെ എന്താണ്, ഒരു പരീക്ഷണം കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് കേട്ടോ. പഞ്ചസാര, സ്പൂൺ, തീപ്പെട്ടി, മെഴുകുതിരി, ഈർക്കില്ലാമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഓക്കെ, അത് കുട്ടികളോട് ചെയ്ത് അത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് ആണ് രാസമാറ്റം. മറ്റ് ഭൗതിക മാറ്റം എന്താ നമ്മൾ പഠിച്ചു അല്ലെ? ഇനി രാസമാറ്റം. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിന്റെ രൂപത്തിലാണ് മാറ്റം വരുന്നത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ രാസമാറ്റത്തിൽ എന്താണ്, രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പിന്നെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. അത് ഭൗതിക മാറ്റത്തിലും എന്താണ്, ഒന്നെങ്കിലും ഊർജം സ്വീകരിക്കുന്നു അല്ലെ പുറത്തുവിടുകയോ ചെയ്യുക അല്ലെ? അപ്പൊ അതുപോലെ രാസമാറ്റത്തിലും ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. അതുപോലെ രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റമാണ്. മറ്റേ നമ്മൾ ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ രാസമാറ്റങ്ങൾ എന്താണ്, സ്ഥിരമാറ്റങ്ങളാണ്. ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പഠിക്കാനുള്ള. ഓക്കെ, അത് നമ്മളിവിടെ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് എന്താണ്, രണ്ട് ടേബിളില് ഭൗതിക മാറ്റത്തിന്റെയും രാസമാറ്റത്തിന്റെയും ഗുണങ്ങൾ എന്താണ്, വേറെ അതിന്റെ പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭൗതിക മാറ്റം പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. രാസമാറ്റം പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്, പിന്നെ നമുക്കറിയാം ഭൗതിക മാറ്റത്തിലെ രൂപത്തിനാണ് മാറ്റം വരുന്നത് നമുക്കറിയാം അല്ലെ? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെ? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ എന്താണ്, രാസമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. പിന്നെന്താണ്, ഭൗതിക മാറ്റം താൽക്കാലികമാണ് അല്ലെ? എന്നാൽ രാസമാറ്റം സ്ഥിരമാണ്. ഇത്രയും വ്യത്യാസമാണല്ലേ ഉള്ളത് നമ്മൾ പഠിച്ചത്. ഓക്കെ, രാസമാറ്റം നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന രാസമാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആഹാരം ദഹിക്കുന്നത് ഒരു രാസമാറ്റമാണ് നമുക്കറിയാം. ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത് രാസമാറ്റാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റാണ്. തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, അതുപോലെ ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിന്റെ നിറം മാറുന്നത്, പിന്നെ അതുപോലെ മാലിന്യങ്ങൾ ജീർണിക്കുന്നത്, ഇതൊക്കെ എന്താണ്, രാസമാറ്റത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തത് തുരുമ്പ് എന്താണെന്നാണ്. എന്താ തുരുമ്പ്? ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് തുരുമ്പുണ്ടാകുന്നു. എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. അപ്പൊ എന്താ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? തുരുമ്പാണ് അല്ലെ? തുരുമ്പ് എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്നുകൂടി നോക്കാം. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. അത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് അടുത്തത്? ഇനി ഇവിടെ പൂത്തിരി കത്തുന്നത് കാണാൻ എന്തു രസമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് പൂത്തിരി കത്തുമ്പോൾ? നമുക്കറിയാം അതിന്റെ ശബ്ദം നമ്മളെ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ കളർ ഇല്ലേ, പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന കളറ്, പ്രകാശം ഇതൊക്കെ നമ്മെ ആകർഷിക്കുന്നതാണ് അല്ലെ? പ്രകാശം. പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ പൂത്തിരിയിൽ ഇവിടെ കൊടുത്ത് നോക്കാം. പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജരൂപങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? അതായത് അതുകൊണ്ട് തന്നെ ഈ ഒരു പൂത്തിരി കത്തുമ്പോൾ പൂത്തിരിയിലെ രാസോർജം എന്തായിട്ട് മാറാണ്? ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങളായിട്ട് മാറാണ്. എന്തൊക്കെയാണ്? ശബ്ദോർജം, താപോർജം, പ്രകാശോർജം ട്ടോ.
താപോർജ്ജം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ശബ്ദോർജ്ജം. ഓക്കെ. ഇനി പേപ്പർ കത്തുമ്പോ എന്താണ്? പേപ്പർ കത്തുമ്പോ എന്തൊക്കെ ഊർജ്ജമാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? താപോർജ്ജം ഉണ്ടാവുന്നുണ്ട് അല്ലെ? താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്, പ്രകാശോർജ്ജം ഉണ്ടാവുന്നത്. പേപ്പർ കത്തുമ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇല്ല. ഓക്കെ. കർപ്പൂരം കത്തുമ്പോൾ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്, പ്രകാശോർജ്ജം ഉണ്ടാവുന്നുണ്ട്, എന്നാൽ ശബ്ദോർജ്ജം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും അതിലെന്തെങ്കിലും ഈർപ്പമുള്ള എന്തെങ്കിലും ആണെങ്കിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ സാധാരണഗതിയിൽ കർപ്പൂരം കത്തുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവാനിടയില്ല. ഓക്കെ. അപ്പൊ ഇനി പടക്കം പൊട്ടുമ്പോൾ താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും, ശബ്ദോർജ്ജം ഉണ്ടാവും. പാചകവാതകം കത്തുമ്പോൾ താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും, ശബ്ദോർജ്ജം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഇത് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ഇനി പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചതാണ് അല്ലെ? എന്നാൽ ഒന്നുകൂടി നോക്കാം. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഓക്കെ. ഇനി മറ്റു കാര്യം നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് സംഭരിക്കുന്നു. ഈ സസ്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു രാസോർജ്ജം മറ്റുള്ള ജന്തുക്കളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ ഒരു സസ്യത്തെ ആഹാരമാക്കുന്ന ജന്തുക്കളിലേക്ക് ആ രാസോർജ്ജം എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ജന്തുക്കളിൽ രാസോർജ്ജം എത്തുന്നത്. ഓക്കെ. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ പഠിക്കാനുള്ളത്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് ട്ടോ. അതിൽ രാസോർജമുണ്ട്. ഈ രാസോർജമാണ് എന്ത് സസ്യങ്ങളിലെ രാസോർജ ഉണ്ടാവുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു രാസോർജം ജന്തുക്കളിലേക്കും എത്തുന്നു. ഈ ഒരു സസ്യത്തെ ആഹാരമാക്കുന്ന ജന്തുക്കളിലേക്കും ഈ ഒരു രാസോർജം എത്തുന്നുണ്ട്. ഓക്കെ. അടുത്തത് മിന്നാമിനുങ്ങിനെ പറ്റിയാണ് കേട്ടോ. രാത്രിയിൽ മിന്നാമിനുങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നതാണ് രാസോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ പിന്നെന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി, ഫാന്, അതുപോലെ മറ്റു യന്ത്രങ്ങളിലൊക്കെ എന്ത് ഊർജ്ജമാറ്റമാണ് ഉണ്ടാവുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് മിക്സിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? മിക്സിയിലൊക്കെ എന്ത് ഊർജ്ജമാറ്റം ഉണ്ടാവുന്നത് നമുക്കറിയാം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറാം. അപ്പൊ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിലുള്ള ഊർജ്ജം ഏതാണ്? യാന്ത്രികോർജ്ജം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ വൈദ്യുതി യൂസ് ചെയ്തെങ്ങാനാണ് മിക്സി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ യാന്ത്രികോർജ്ജം മാത്രമല്ല, ഇവിടെ മിക്സി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട്. യാന്ത്രികോർജ്ജം എന്താണ് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എഴുതാനായിട്ട്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, ശബ്ദോർജ്ജമായിട്ട് മാറുന്നു, ചെറിയ തരത്തിലുള്ളൊരു ചൂടുണ്ടാവും അല്ലെ മിക്സിക്ക്. അപ്പൊ എന്ത് പറയാം നമുക്ക്? താപോർജ്ജവുമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ 3 ഊർജ്ജ രൂപങ്ങളാണ് മിക്സി പ്രവർത്തിക്കുമുണ്ടാവുന്നത് കേട്ടോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതെല്ലാം ഊർജ്ജമാറ്റങ്ങളാണ് ഓരോ ഉപകരണത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? ഇവിടെ വൈദ്യുതോർജ്ജം എന്താണ്? ഇവിടെ വൈദ്യുതോർജ്ജം നമുക്കറിയാം എന്താണ്? താപോർജ്ജമായിട്ട് മാറാണ് അല്ലെ? താപോർജ്ജമായിട്ട് മാറാണ്. ഇവിടെ രാസോർജ്ജം, ബാറ്ററിയിലെ രാസോർജ്ജം എന്തായിട്ട് മാറാണ്? വൈദ്യുതോർജ്ജമായിട്ട് മാറാണ്. അടുത്തത് ഇവിടെ എന്താണ്? ലൗഡ് സ്പീക്കർ ആണ് അല്ലെ? ലൗഡ് സ്പീക്കറിൽ എന്താണ്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറാണ്. ഇവിടെ എന്താണ്? രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് മാറാണ്. ഈ ബൾബൊക്കെ പ്രകാശിക്കുമ്പോൾ ചെറിയൊരു താപം ഉണ്ടാവില്ലേ? ചെറിയൊരു ചൂടുണ്ടാവും. നമുക്കിവിടെ പ്രകാശം, താപം രണ്ടും പറയാം കേട്ടോ. പ്രകാശോർജ്ജവും താപോർജ്ജവും. അടുത്തത് ഊർജ്ജമാറ്റവും ഊർജ്ജനഷ്ടവും. ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറെ അധികം ഊർജ്ജവും നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? അതായത് നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ബൾബ് കത്തുമ്പോൾ എന്താണ്?
വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. അതിന്റെ കൂടെ ചെറിയൊരു ബൾബിന് ഒരു ചൂടും ഉണ്ടാവില്ലേ. അപ്പൊ അവിടെ താപോർജ്ജം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു താപോർജ്ജത്തെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല എന്നാലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഊർജ്ജമാറ്റം സംഭവിക്കും, കുറെ അധികം ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ 3 തരത്തിലുള്ള ബൾബുകൾ ഉണ്ട് ട്ടോ. CFL ഫിലമെന്റ് ബൾബ്, CFL LED ബൾബ്. ഇതിൽ ഓരോന്നിന്റെയും പ്രത്യേകത കൊടുത്തിട്ടുള്ളത് ട്ടോ. ആദ്യം 60 വാൾട്ടിന്റെ ഒരു ഫിലമെന്റ് ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. ഇവിടെ കൂടുതൽ വൈദ്യുതി യൂസ് ചെയ്തെങ്ങാനാണ് ഈ ഒരു ബൾബ് കത്തുന്നത്. അതുപോലെ താപോർജ്ജം ഉത്പാദിപ്പിക്കുന്ന താപോർജ്ജവും വളരെ കൂടുതലാണ് ഫിലമെന്റ് ബൾബിൽ ട്ടോ. അടുത്തത് CFL വൈദ്യുതി ഉപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ് ട്ടോ. ചൂടും കുറവായിരിക്കും ഈ ഒരു ബൾബിന്. LED ബൾബ് ഇപ്പൊ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് LED ബൾബുകളാണ്. അപ്പൊ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ് LED ബൾബിൽ ട്ടോ. അതുപോലെ ഉണ്ടാവുന്ന താപോർജ്ജവും വളരെ കുറവാണ്. ഈ ഒരു പ്രത്യേകത കാരണമാണ് LED ബൾബ് ഇപ്പൊ കൂടുതലായിട്ട് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ജല മോട്ടോർ പ്രവർത്തിക്കുന്നു. അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ്? യാന്ത്രികോർജ്ജം, ശബ്ദോർജ്ജം ഇതൊക്കെ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളാണ് ട്ടോ. ഇതിൽ നമ്മൾ ഏതാ ഉപയോഗപ്പെടുത്തുന്നത്? മോട്ടോർ പ്രവർത്തിക്കാൻ യാന്ത്രികോർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഉപയോഗപ്പെടുത്താത്ത 2 ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെ? ശബ്ദോർജ്ജവും താപോർജ്ജവും അല്ലെ. അടുത്തത് ഫാൻ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഊർജ്ജങ്ങളാണ് ഉണ്ടാകുന്നത്? യാന്ത്രികോർജ്ജം ഉണ്ടാവും, നമുക്കറിയാം യാന്ത്രികോർജ്ജം. പിന്നെ ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ശബ്ദോർജ്ജം. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജം മാത്രല്ലേ? ഉപയോഗപ്പെടുത്താത്തത് ശബ്ദോർജ്ജം. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ട്ടോ ഇതൊക്കെ ഫില്ല് ചെയ്ത് പോകുന്നത്. മിക്സി പ്രവർത്തിക്കുമ്പോ നേരത്തെ പറഞ്ഞു, മിക്സി പ്രവർത്തിക്കുമ്പോ 3 ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? യാന്ത്രികോർജ്ജം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാന്ത്രികോർജ്ജം. അതുപോലെ ഈ ജലമോട്ടോറിലുള്ളതാണ് താപോർജ്ജം, ശബ്ദോർജ്ജം. പക്ഷെ നമ്മൾ ഈ യാന്ത്രികോർജ്ജം മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഉപയോഗപ്പെടുത്താത്തത് ഏതൊക്കെ? താപോർജ്ജവും ശബ്ദോർജ്ജവും ഉപയോഗപ്പെടുത്തുന്നില്ല ട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ട്ടോ. ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിലമെന്റ് ബൾബ്, CFL, LED ബൾബ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക ട്ടോ. അതുപോലെ ഓരോ വസ്തുക്കളിലും പറഞ്ഞിട്ടുള്ള ഊർജ്ജ മാറ്റത്തെ പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്ന വേണം ട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് വിലയിരുത്താന്നുള്ള ഭാഗം ഒന്ന് നോക്കട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. A പടക്കം പൊട്ടുന്നു, B കുപ്പി പൊട്ടുന്നു, C പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു, വൈദ്യുത കമ്പി പൊട്ടുന്നു, D. ഇതിൽ ഏതായിരിക്കും? നമുക്ക് അറിയാം, ഇത് നമുക്ക് ഭൗതിക മാറ്റം, രാസമാറ്റം ഈ ഒരു കൺസെപ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ട്ടോ. അപ്പൊ പടക്കം പൊട്ടുന്നത് ഒരു രാസമാറ്റമാണ്. ഓക്കെ, രാസമാറ്റമാണ് പടക്കം പൊട്ടുന്നത്. പക്ഷെ ബാക്കിയുള്ള 3 കുപ്പി പൊട്ടുന്നു, പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു, വൈദ്യുത കമ്പി പൊട്ടുന്നു, ഇവ 3 എന്താണ്? ഭൗതിക മാറ്റമാണ് ട്ടോ. ഭൗതിക മാറ്റമാണ്. നമുക്കറിയാം പടക്കം പൊട്ടുന്നത് ഒരു രാസമാറ്റമാണ്. മറ്റേതെന്താണ്? കുപ്പി പൊട്ടിയാലും പട്ടത്തിന്റെ ചരട് പൊട്ടുമ്പോഴും വൈദ്യുത കമ്പി പൊട്ടുമ്പോൾ എന്താണ്? അവിടെ ഭൗതിക മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. അവിടെ ആ ഒരു രൂപത്തിനാണ് മാറ്റം വരുന്നത്, പുതിയൊരു ഉൽപ്പന്നം ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യത്യാസമാണ്. ഇവിടെ ആൻസർ ഏതായിരുന്നു? ഞാൻ പറഞ്ഞു പടക്കം പൊട്ടുന്നു എന്നാണ് ട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന മാറ്റങ്ങൾ പരിശോധിച്ച് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്ന് എഴുതാനാണ് ട്ടോ. ഓരോ മാറ്റവും രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്ന് എഴുതാൻ. അപ്പൊ കർപ്പൂരം കത്തുന്നത് നമുക്കറിയാം രാസമാറ്റമാണ്. കർപ്പൂരം കത്തുന്നത് അല്ലെ, രാസമാറ്റമാണ്. ചെമ്പുപാത്രം ക്ലാവ് പിടിക്കുന്നതും ഒരു രാസമാറ്റമാണ്. പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കിട്ടില്ല. അതുപോലെ വിറക് കീറുന്നത് എന്താണ്? വിറക് കീറുന്നത് ഒരു ഭൗതിക മാറ്റമാണ് അല്ലെ. വിറക് തന്നെയാണ് അല്ലെ, പിന്നെ മാറ്റമൊന്നുമില്ല, അതിന്റെ രൂപത്തിനാണ് മാറ്റം വരുന്നത്. അപ്പൊ ഭൗതിക മാറ്റമാണ്. ദോശമാവ് പുളിക്കുന്നത് നമുക്കറിയാം രാസമാറ്റമാണ്. ടാർ ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ടവൽ ജലം വലിച്ചെടുക്കുന്നതും ഒരു ഭൗതിക മാറ്റമാണ് ട്ടോ. ഇനി പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നതും ഒരു ഭൗതിക മാറ്റമാണ്. പഞ്ചസാര പിന്നീട് എന്താണ് നീരാവി ആക്കി ഘനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പഞ്ചസാരയായിട്ട് തന്നെ കിട്ടുന്നതാണ്.
അടുത്തത് മത്സ്യം കേടാവുന്നതും ഒരു രാസമാറ്റമാണ് കേട്ടോ. രാസമാറ്റമാണ്. മത്സ്യം കേടാവുന്നത് ഒരു രാസമാറ്റമാണ്. പച്ചില പഴുത്ത് മഞ്ഞ നിറമാകുന്നതും ഒരു രാസമാറ്റമാണ്. രാസപ്രക്രിയയിലൂടെയാണ്. രാസമാറ്റമാണ് കേട്ടോ. രാസമാറ്റമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈദ്യുതോർജ്ജം വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങളെല്ലാം രാസമാറ്റമാണ്. ഈ പ്രസ്താവന ശരിയാണോ? എന്തുകൊണ്ട് എന്നാണ് കേട്ടോ. അപ്പോ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? പിന്നെ താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്? രാസമാറ്റവും ഭൗതിക മാറ്റവും താപം സ്വീകരിച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഭൗതിക മാറ്റത്തിൽ ഐസ് ഉരുകുന്നില്ലേ, താപം സ്വീകരിച്ച് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതൊരു ഭൗതിക മാറ്റമാണ്. അതുപോലെ ടാർ ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. മെഴുകുരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ഇതൊക്കെ എന്താണ്? താപം സ്വീകരിച്ചിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു പ്രസ്താവന തെറ്റാണെന്ന് നമുക്ക് പറയാം. നോക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ എന്താണെന്നും അതിന്റെ വിലയിരുത്താന്നുള്ള ഭാഗമൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.